4-ാം തീയതി ദുബൈയിലെ പെറ്റ് പൊളിക്കുകയാണ്. അത് ഇൻഷാ അള്ളാഹു ഹൈറാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഇനി അടുത്തതിന് വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോ കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചറിയാം. നമസ്കാരം. ഇനി ഒരാഴ്ചത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദം കോൺഗ്രസ് നേതാക്കൾ തുടരുകയാണ്. ചർച്ചകൾക്കായി ചെന്നിത്തല ഡൽഹിയിലേക്ക് തിരിക്കുന്നു. വിലക്ക് മറികടന്നും നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. നേതൃതലത്തിലെ പോര് താഴെത്തട്ടിൽ കെഎസ്യുവിന്റെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് വരെ എത്തുന്നു. ഹൈക്കമാൻഡിനെയും ഘടകകക്ഷികളെയും വെറുപ്പിച്ച് ഈ ചർച്ച മുന്നേറുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകണമെന്ന് തുറന്നു പറഞ്ഞ് മതസ്ഥാപനവും രംഗത്തുവരുന്നു. സുന്നി മഹല്ല് ഫെഡറേഷൻ നേതാവ് അസ്ലം മഷ്ഹൂർ തങ്ങളാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവട്ടെ എന്ന് പരാമർശിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം തന്നാൽ വേണ്ടെന്ന് പറയില്ലെന്ന PMA സലാമിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തി ഈ പരാമർശം നടത്തിയത്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും അവകാശവാദം ഉന്നയിക്കില്ലെന്ന് ലീഗ് പറയുമ്പോഴാണ് പല കോണിൽ നിന്നും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം ഉയരുന്നത്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുഞ്ഞാലിക്കുട്ടിയും യോഗ്യനും. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, എ സജീവൻ, മാധ്യമപ്രവർത്തകൻ, രാഹുൽ ഈശ്വർ, നിരീക്ഷകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ N. ശ്രീകുമാർ, ഇതുവരെ ഫലം വരാൻ ഒരാഴ്ചയുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് കോൺഗ്രസിലെ 3 നേതാക്കൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ പല കോണിൽ നിന്നായി കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കൂടി വരുന്നു. അപ്പോൾ ഒരു നേതാവിന്റെ കൂടി കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചർച്ചകളിൽ നിറയുകയാണോ? ആ അവകാശവാദം കൂടി ഉണ്ടാവുകയാണോ? നോക്കൂ ശ്രീമതി രേണുക, നമുക്ക് ഈ ചർച്ച ചെയ്യാനുള്ള വിഷയത്തിന് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് വിഷയവും ചർച്ചയാക്കും. അങ്ങനെ ചർച്ചയാകുന്നത് നല്ലതാ. കാരണം എല്ലാം ജനങ്ങൾ അറിയട്ടെ. ന്യൂസ് 18 കാണുന്ന 10,000-കണക്കിന് പ്രേക്ഷകര് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും നിങ്ങൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുഞ്ഞാലിക്കുട്ടിയും യോഗ്യനോ എന്നുള്ളതാണ്. നോക്കൂ, കുഞ്ഞാലിക്കുട്ടി യോഗ്യനോ എന്ന് ചോദിക്കുന്ന സത്യത്തില് കേരളത്തിനൊരു നിർഭാഗ്യകരമായ ചോദ്യചിഹ്നമിട്ട ഒരു പരാമർശം ഞാൻ പറയുള്ളൂ. കാരണം പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടും യോഗ്യനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഒരാൾ ഞാനും ഉണ്ട്. അത് ഞാൻ പറയാം. കാരണം കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഇന്ന് UDF ആയി മാറിയല്ലോ. അതായത് RMP ഉണ്ട്, CMP ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ RSP ഉണ്ട്. ഇത്രയും ഇടതുകക്ഷികളുടെ മുന്നണി കൂടിച്ചേർന്നൊരു മുന്നണിയാണ് UDF. ആ UDF-ലെ 2ാം കക്ഷിയാണ് മുസ്ലിം ലീഗ്, 1ാം കക്ഷിയാണ് കോൺഗ്രസ്. സാധാരണഗതിയിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ 1ാം കക്ഷിയുടെ പ്രമുഖനായ ഒരു മുൻനിരക്കാരനാണ് മുഖ്യമന്ത്രി ആവുക. 2ാം കക്ഷിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തൊരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതായത് CH മുഹമ്മദ് കോയ. ആദ്യം ഔക്കാദർ കുട്ടനഹയെ ഉപമുഖ്യമന്ത്രിയാക്കി ലീഗിൽ നിന്ന്. പിന്നീട് CH മുഹമ്മദ് കോയയെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ്. പിന്നീട് 82 കാലത്ത് വീണ്ടും UDF അന്നത്തെ ഐക്യ ജനാധിപത്യ അധികാരത്തിൽ വന്നപ്പോൾ CH മുഹമ്മദ് കോയയെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് വിചാരിച്ച ആക്കും, യാതൊരു സംശയമില്ല കാര്യത്തില്. പക്ഷേ കോൺഗ്രസ് ഇന്ന് UDF-ന് നേതൃത്വം കൊടുക്കുമ്പോൾ കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ലീഗിനും അറിയാം. ലീഗ് അത് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു വേദിയില് കുഞ്ഞാലിക്കുട്ടി വേദിയിൽ ഉണ്ടായിരുന്നു. ആ വേദിയിൽ സ്വാഗതം പറയുകയോ അല്ലെങ്കിൽ ആശംസ അർപ്പിക്കുകയോ ചെയ്ത ഒരാൾ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മെയ് 4-ാം തീയതി വോട്ട് പെട്ടി പൊളിക്കുമ്പോൾ
UDF എന്ന് പറഞ്ഞില്ല, നല്ല ഒരു ശുഭവാർത്ത വരട്ടെ എന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ്. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നത് എന്താ തെറ്റത്? സാദിഖ് അലി തങ്ങളും അതുപോലെ PMA സലാമും പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് പറയാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഈ നാട്ടിൽ ആർക്കും ഉണ്ട്. MK പ്രേമേന്ദ്രൻ MP ആയിപ്പോയി, അല്ലെങ്കിൽ RSP ഷിബു ബേബി ജോണിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് RSPക്കാർക്ക് പറയാം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ KK രമയെ ഒരു വനിതാ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയാൻ RMPക്കും പറ്റും, പക്ഷെ അവര് ഒരു അസോസിയേറ്റ് മെമ്പറാണ്. അതുപോലെ CMPയുടെ CP ജോണിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് CMPക്ക് പറയാം. അത് UDFിലെ പറയാൻ പറ്റുള്ളൂ. അപ്പുറത്ത് വേറൊരു മുന്നണി ഉണ്ടല്ലോ, CPM മുന്നണി. ആ CPM മുന്നണിയിലെ രണ്ടാം കക്ഷിയുണ്ട്, CPI. N. ശ്രീകുമാർ, താങ്കൾ ഇതുവരെ പറഞ്ഞത് ഒക്കെ കൃത്യമാണ്. ഈ UDFിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. UDFിന്റെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തികളിലൊന്നാണ്. ഇനി മറ്റു നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞ് സാമാന്യവൽക്കരിക്കണോ? അല്ല, ഞാൻ പറഞ്ഞത് ആഗ്രഹങ്ങൾ ആർക്കും പറഞ്ഞുകൂടെ? ഇപ്പൊ കോൺഗ്രസ് നിങ്ങൾ എന്താ, ശ്രീമതി രേണുക എന്താ പറഞ്ഞത്? കോൺഗ്രസിൽ 3 പേര് അവകാശവാദം ഉന്നയിച്ചു. 3 പേര് അവകാശവാദം ഉന്നയിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ എനിക്ക്? ഞാൻ ഈ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. 42 വർഷമായിട്ട്. ഞാനും അതെ, സജീവനും അതേ പൊടി പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഒരേ കാലത്ത് വന്നവരാ. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്. അത് ഞാനത് കൃത്യമായി തുറന്നു പറയുന്ന ഒരാളാണ്. അതൊരു വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഏത് നേതാവ്, അതായത് രമേശ് ചെന്നിത്തല, തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞത് നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. ഇപ്പോ പകലാണ് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ശ്രീ N. ശ്രീകുമാർ, താങ്കൾ കോൺഗ്രസ് സഹയാത്രികനായി ഇരുന്നു കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ തർക്കമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അതിനോട് ഉപമിക്കാനാണ് അതിനെ. അതല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയുന്ന രേണു കേൾക്കണില്ല. ഞാൻ ചോദിച്ചതല്ല. ഞാൻ ചോദിച്ചത് ഈ 3 പേരിൽ അവകാശവാദം ഉന്നയിച്ച 3 പേരെന്നാണല്ലോ താങ്കളുടെ ആമുഖത്തിൽ പറഞ്ഞത്. അവകാശവാദം ഈ 3 പേരിൽ ആരും എങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരും ഉന്നയിച്ചിട്ടില്ല ശ്രീമതി രേണുകയെ. അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇവരാരും, കാരണം ഇവരിൽ 3 പേരില്ല, ഇവരിൽ 2 പേരിൽ ഒരാളെ മുഖ്യമന്ത്രി. ഇതാരും അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ KPCC ഒരു ദിവസം വിചാരിക്കുകയാണ്, ഇനി പരസ്യ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്, അത് അച്ചടക്ക ലംഘനമായി ഞങ്ങൾ കണക്കാക്കുമെന്ന് പറഞ്ഞ് KPCC വെറുതെ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഇന്ന് ആ വാണിംഗ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മറ്റു നേതാക്കൾ അഭിപ്രായം പറഞ്ഞത്. അല്ല, നേതാക്കൾ എന്താ അഭിപ്രായം പറഞ്ഞത്? എന്താണ്? അതായത് 4-ാം തീയതി വരെ കാത്തിരിക്കുക. കോൺഗ്രസ് ഹൈക്കമാൻഡിന് അവരുടേതായ തീരുമാനമുണ്ട്. അല്ലാതെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നോ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആക്കണമെന്നോ അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ പോയി ചോദിച്ചപ്പോൾ അവർ മിണ്ടാതെ പോയില്ല. അല്ലാണ്ട് അവരാരും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ. ശ്രീമതി രേണുകയുടെ ചാനലടക്കം പോയിട്ട് ചോദിച്ചു സുധീരനോട്, നിങ്ങൾ തന്നെ മുരളിയോട് ചോദിച്ചു, നിങ്ങൾ തന്നെ നമ്മുടെ ആരോടാണ്, സണ്ണി ജോസഫിനോട് ചോദിച്ചു. അപ്പൊ സണ്ണി വക്കീൽ KPCC പ്രസിഡന്റ് അദ്ദേഹവും പറഞ്ഞു, മുരളി മുൻ KPCC പ്രസിഡന്റ് അദ്ദേഹവും പറഞ്ഞു, സുധീര മുൻ KPCC പ്രസിഡന്റ് അദ്ദേഹവും പറഞ്ഞു, അതൊക്കെ 4-ാം തീയതി തീരുമാനിക്കുന്നു പറഞ്ഞു. നിങ്ങൾ ചോദിച്ചിട്ട് അവർ പറയൂല. അങ്ങനെ അവരെന്ത് പിഴച്ചു? N. ശ്രീകുമാർ, മാധ്യമങ്ങളുടെ പണി, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും, അതാണ് മാധ്യമങ്ങളുടെ പണി. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും. രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവിന് താൻ കെട്ടിയിറക്കിയ നേതാവല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? ആ ദയനീയ അവസ്ഥ എന്താണ്? താങ്കൾക്ക് അതിൽ ബോധ്യമുണ്ടോ? രമേശ് ചെന്നിത്തല ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയണം, എന്നെ ആരും കെട്ടിയിറക്കിയതല്ല, ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് വിശദീകരിക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട്. കേരളത്തിന് ഇതൊന്നും അറിയാത്തതല്ലല്ലോ, കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാത്തതല്ലല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അത് പറയേണ്ടി വരുന്നതെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നൊരു ധാരണ പൊതുവെ പരന്നിട്ടുണ്ട്. ഒരു ധാരണയാണ്. കാരണം നമുക്കൊന്നും അറിയാൻ വയ്യ പെട്ടിക്കുള്ളിൽ എന്താണെന്ന്. പക്ഷെ പൊതുവെ എല്ലാവരും പറയുന്നത് UDF അധികാരത്തിൽ വരുന്നതാണ്. അങ്ങനെ അധികാരത്തിൽ LDF വരും എന്ന് ആരും പറയാത്തതുകൊണ്ട് UDFിലൊരു മുഖ്യമന്ത്രി ചർച്ച വരും. അത് കോൺഗ്രസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും വരും. കാരണം അതിൽ കോൺഗ്രസിൽ ഒരുപാട് തുല്യരായ നേതാക്കളുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് മുഖ്യമന്ത്രിയാകും. പ്രൈവറ്റ് സെക്ടർ പ്രസിഡന്റ് എപ്പോഴും പറയാറുണ്ട്. അപ്പുറത്താണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അവിടെ ഒരാളേ ഉള്ളൂ. ആ ആള് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചർച്ചയില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞു, എന്താണ് ഇങ്ങനെ കെട്ടിയിറങ്ങി വന്നല്ലെന്ന് പറയാ. എങ്ങനെയാ പറഞ്ഞേ? ഒരു വേദിയില് ഒരു സന്ദർഭോചിതമായ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ സന്ദർഭോചിതമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ നൂലിൽ നിന്ന് ഇറങ്ങി വന്നതല്ല, ഞങ്ങളൊക്കെ അടിത്തട്ടിൽ നിന്നും KSC പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരാണെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒരാളുടെ ആഗ്രഹമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല,
അങ്ങനെ ഏത് സമയത്ത് എപ്പോഴും പറയാം, ഒരു കുഴപ്പമില്ല. അത് കോൺഗ്രസിൽ ആർക്കും ഇങ്ങനെ പറയാവുന്നത് കൊണ്ട് എന്താ ഗുണം എന്നറിയാവോ? കോൺഗ്രസിൽ ഒരുപാട് അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് ആ അഭിപ്രായങ്ങളെല്ലാം വായുലങ്ങി ലയിച്ചു പോകും. നേരെ മറിച്ച് അപ്പുറത്ത് അതല്ല. രേണുക അതുകൂടെ ആലോചിക്കൂ ശ്രീമതി രേണുക. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇങ്ങനെ അഭിപ്രായം പറയാതെ ഇങ്ങനെ നീറി നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നറിയോ? ഒരു നിർണായക ഘട്ടം വരുമ്പോ ഒരു ഉഗ്രസ്ഫോടനമാണ്. ആ ഉഗ്രസ്ഫോടനമാണ് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കണ്ടത്. ആദ്യം മൈഷ പോറ്റി, പിന്നെ നമ്മുടെ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിലെ ടി കെ ഗോവിന്ദൻ മാഷ്, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, മുഖ്യമന്ത്രിയായിരുന്ന VSന്റെ പഴയ PA സുരേഷ്, അദ്ദേഹത്തിന്റെ ഒപ്പം മൂന്നാറിലെ ദൗത്യത്തിന് പോയ മറ്റൊരു IAS ഓഫീസർ സുരേഷിന്റെ തുറന്നു പറച്ചിൽ, ഇതൊക്കെ പെട്ടെന്ന് നീറി വരും. നേരെ മറിച്ച് കോൺഗ്രസിൽ അങ്ങനെ നീറില്ല. കാരണം കോൺഗ്രസിലെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് എന്താണ്, അവസാനം കൃത്യസമയം എത്തുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയാകും. പിറ്റേന്ന് തൊട്ട് ഒരു പ്രശ്നവും കോൺഗ്രസിൽ ഉണ്ടാവില്ല. ഇതിലെ ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്താൻ, 4 മേയർമാരുടെ കാര്യം കേരളത്തിൽ ചർച്ച ചെയ്യും ഡിസംബർ മാസത്തില്. കണ്ണൂര്, തൃശ്ശൂര്, കൊച്ചി, കൊല്ലം. 6 മേയറാവും, തർക്കം തുടങ്ങി, കോൺഗ്രസിൽ അടി എന്നൊക്കെ പറഞ്ഞു. 4 മേയർമാർ ഇന്ന് സുഖമായി ഭരിക്കുന്നുണ്ട് കേട്ടോ, സുഖമായിട്ട് ഭരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ കോഴിക്കോട്ട് CPM-ന് ഒരു മേയർ സ്ഥാനം കിട്ടി. അത് സജീവന് കൂടുതൽ അറിയാം, ഭൂരിപക്ഷം ഇല്ലെന്നാ തോന്നുന്നത് അവർക്ക്. അവിടെ നിസ്സാരം അവിടെ ഒറ്റക്കക്ഷി അവരായതുകൊണ്ട് അവർ മേയറായി പോയി. കൊല്ലത്തും അങ്ങനെയാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏതെങ്കിലും മുനിസിപ്പാലിറ്റി, എല്ലാ മുനിസിപ്പാലിറ്റി ഏതാണ്ട് 60-70% മുനിസിപ്പാലിറ്റി കോൺഗ്രസിന്റെ ഇല്ല. വല്ല പ്രശ്നം ഉണ്ടായോ? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കോൺഗ്രസിൽ ഇങ്ങനെ അഭിപ്രായം പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് രേണുക ചോദിച്ചു. ഞാൻ ചോദിച്ചില്ല, ഇടതുപക്ഷ മുന്നണിയിൽ CPIക്ക് പറയാൻ പറ്റൂ ഇപ്പം ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയെ വേണമെന്നുള്ളത്? ഇനി വേണ്ട, പോട്ടെ, അവിടെ LDF ജയിക്കില്ലെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ അടുത്ത പ്രതിപക്ഷ നേതാവ് ഞങ്ങളാവണം എന്നെന്താ CPIക്ക് പറയാൻ പറ്റാത്തത്? ലീഗ് പറഞ്ഞില്ലല്ലോ ഇവിടെ. CPIക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ലീഗ് ഇവിടെ പറഞ്ഞില്ലല്ലോ. പക്ഷേ പല കോണുകളിൽ നിന്നും അത് ഉയരുന്നുണ്ട്. PMA സലാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മേടിക്കും എന്നതാണ്. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മേടിക്കും എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ലീഗ് പുറമേക്ക് അത് പറഞ്ഞില്ല. ഞാനത് ഇൻട്രൊഡക്ഷനിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ A സജീവൻ കൊടുത്തല്ലോ ശ്രീമതി രേണുക. അതെ പിന്നെന്താ? കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ വലിയ തർക്കം കോൺഗ്രസിൽ നടക്കുകയാണ്. എല്ലാം കൊണ്ടും യോഗ്യൻ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന തരത്തിൽ പല കോണിൽ നിന്ന് അഭിപ്രായം വരുമ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ A സജീവൻ, ഇവിടെ ഇപ്പോൾ ലീഗ് പറഞ്ഞില്ലല്ലോ, നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യമാണ് N ശ്രീകുമാർ ചോദിക്കുന്നത്. കോൺഗ്രസിൽ പോലും ഒരു പ്രശ്നവുമില്ല എന്നതാണ് പറയുന്നത്. മേയർമാരെ തെരഞ്ഞെടുത്തതുപോലെ ഇതും പൂ പോലെ നടക്കുമെന്ന് പറയുന്നു. വെടിക്കെട്ടില്ലാത്തതിന്റെ വെടിക്കെട്ടാണ് നടക്കുന്നതെന്ന് K മുരളീധരൻ പരിഹസിക്കുന്നുണ്ട്, മാധ്യമങ്ങളെ പഴിചാരുന്നുണ്ട്. ഇപ്പോൾ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെതായി വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പൊതു അഭിപ്രായം എന്ന നിലയിൽ കാണേണ്ടതുണ്ടോ, അതോ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയിലാണോ കാണേണ്ടത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വളരെ സാധാരണമായി പറഞ്ഞുപോയ ഒരു കാര്യമായിട്ടാണോ? വേണമെങ്കിൽ ഇതിനെ ഒരു സാധാരണ ഒരു പരാമർശം എന്ന രീതിയിൽ പറയാം. പക്ഷെ ആ പരാമർശം നടക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവ് ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്കറിയാം, കോൺഗ്രസ് അതിനകത്ത് ശ്രീകുമാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടി ഭീകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലീഗിന് ഇങ്ങനെ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ഒരാൾ പറയുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആളാണ് പറയുന്നെങ്കിൽ പോലും അതിന് മുന്നോടിയായിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ PMA സലാം പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയാൽ സന്തോഷത്തോടു കൂടി വാങ്ങും എന്ന് പറയുമ്പോൾ അവരത് ആഗ്രഹിക്കുന്നുണ്ട്, ആ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് വേറൊരാള് ഈ പാർട്ടി ലീഗിന്റെ നേതാവല്ല പറഞ്ഞത്, മറ്റൊരാളാണ് എങ്കിൽ പോലും ആ വേദിയിൽ ഇത്തരം പരാമർശങ്ങളൊന്നും വേണ്ടതില്ല. മുന്നണിയിലെ കാര്യങ്ങളും പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ അത് പാർട്ടിയോ മുന്നണിയോ ഒക്കെ തീരുമാനിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സാധാരണ നമുക്ക് ഇഷ്ടപ്പെടാത്ത, പരാമർശം വേണ്ടാത്ത കാര്യം, ആ കാര്യം പറയുമ്പോൾ ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അതൊക്കെ പാർട്ടിയും മുന്നണിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവിടെ ലീഡ് ചെയ്യുന്നത് എന്ന രീതിയിൽ പറയാമല്ലോ. അപ്പൊ ആ മുന്നണിയെ ലീഡ് ചെയ്യുന്ന പാർട്ടിയാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത്. അവർ പലപ്പോഴും നിശ്ചയിച്ചു കൊടുക്കുമ്പം അച്യുതമേനോൻ
മുഖ്യമന്ത്രി ആയതുപോലെ, CH മുഖ്യമന്ത്രി ആയതുപോലെ, PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയതുപോലെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അത് ആ മുന്നണിക്കകത്തെ തീരുമാനമാണ്, പുറത്തെ ആരെങ്കിലും അഭിപ്രായപ്പെട്ടതുകൊണ്ട് കൊടുത്തതല്ല. ഇങ്ങനെ അനാവശ്യമായിട്ട് പുറത്തൊരു ചർച്ച ഉണ്ടാവാതിരിക്കാൻ ഒന്നുകിൽ അതിനെ തടയാമായിരുന്നു. അതിനെ തടഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച സുഖകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പലപ്പോഴും എടുത്തു എന്ന് നമുക്ക് ആരോപണം ഉന്നയിക്കാം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസിൽ ഞങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റ് ഇല്ല, അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ചർച്ചയല്ല കോൺഗ്രസിൽ നടക്കുന്നത്. ഇവിടെ നേതാക്കന്മാർ 3 പേരും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായിട്ട് സ്വാഭാവികമായിട്ടും വരേണ്ടിയിരുന്ന മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് സ്ഥാനം കൊടുക്കാതെ VD സതീശന് കൊടുത്തപ്പോൾ ഈ രമേശ് ചെന്നിത്തല അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഇപ്പോൾ ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കും, പക്ഷേ മുഖ്യ സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ ഭാവിയിലും ഞാൻ ഉണ്ടാകും. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു തർക്കം വരുമ്പോൾ അതിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെയോ അദ്ദേഹത്തിന്റെ അറിവില്ലാതെയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമായിട്ട് വരില്ലല്ലോ. 40 വർഷത്തെ ഒരു നേതാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വാർത്ത കേരളത്തിനകത്താവാം, കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ ഇത് വരുത്തേണ്ട കാര്യം എന്താണ്, പരസ്യമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് കോണ്ടെക്സ്റ്റ് ഇല്ല. രമേശ് ചെന്നിത്തലയുടെ ഈ പ്രവർത്തന പരിചയം, അദ്ദേഹം എനിക്ക് നന്നായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ പ്രവർത്തന പരിചയമൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ രീതിയിൽ നോക്കിയ സീനിയോറിറ്റി ഉള്ള ഏറ്റവും നല്ല നേതാവാണ്, പരിണതപ്രജ്ഞനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ അവഗണനയൊക്കെ ഉണ്ട് എന്ന അറിവില്ലായ്മയോ അവഗണനയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പത്രപരസ്യം കൊടുക്കേണ്ടി വന്നത്. അതിൽ ഇത് ചർച്ചയല്ലെങ്കിൽ ഈ സമയത്ത് പത്രപരസ്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നത്, അത് ഈ 3 നേതാക്കന്മാർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകൾ സാധാരണ പ്രവർത്തകരോ അണികളോ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറയുന്നതല്ല. ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്നതൊക്കെ കോൺഗ്രസിന്റെ 2ാം നിരയിലോ 3ാം നിരയിലോ ഒക്കെയുള്ള നേതാക്കന്മാർ തന്നെയാണ്. വേണമെങ്കിൽ 1ാം നിര പോലും പറയാം. അതെ, KPC അധ്യക്ഷനും മുൻ KPC അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളാണ്. ആവർത്തിച്ചു ആദ്യം രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു, അത് കഴിഞ്ഞ് KC വേണുഗോപാലിന്റെ പേര് പറയുന്നു. ഇതൊക്കെ ഇതിനിടയിലൊക്കെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി തന്നെ ഇത്തരം ചർച്ചകളൊന്നും പാടില്ല, പരാമർശങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാണല്ലോ ഇക്കഴിഞ്ഞ ദിവസം KPCCയുടെ നിർവാഹക സമിതി യോഗത്തില് ഈ കേരളത്തിന്റെ ചുമതലയിലൊക്കെ AICC ജനറൽ സെക്രട്ടറി പറഞ്ഞെന്താണ്, നടപടിയെടുക്കുമെന്നാണ്. എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ ദിവസേന ചർച്ച ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ പിന്നീട് കൂടുതൽ അതിൽ ശ്രീകുമാറിനുമായി തർക്കത്തിന് പോകാതിരുന്നത്. ശ്രീ A. സജീവൻ, എന്തായാലും ഇതിപ്പോ ലീഗിന്റെ ഒരു ക്ലെയിമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? ഇവിടെ ഇപ്പോ കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഈ തർക്കം ലീഗിനെ സംബന്ധിച്ച് അവർക്ക് മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവർ പരസ്യമായി തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന നിലയിലേക്ക് വരെ എത്തുന്നുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും. വളരെ മൈൽഡായിട്ടാണ് എങ്കിൽ പോലും അവർക്ക് അതൃപ്തിയുണ്ട് ഈ തർക്കത്തിൽ എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ലീഗിന്റെ ഒരു ക്ലെയിം ആണോ? ലീഗിന് ക്ലെയിം ഉന്നയിക്കും. കാരണം വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇതിനു മുമ്പത്തെ പല തെരഞ്ഞെടുപ്പുകളിലും UDFന്റെ വിജയത്തിന് ഇപ്പൊ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുക എന്ന് പറയുന്നത് മിക്കതും അവരുടെ കോട്ടകളിലാണ്. വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അങ്ങനെ ലീഗ് കോട്ടയല്ലാത്തതായിട്ടുള്ളത്. മലപ്പുറത്തുള്ള ജയം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കോട്ടയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ലീഗിന് സ്വയം വേണമെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിയിട്ട് അങ്ങനെ മുന്നണിയില്ലാതെ പോലും ജയിക്കാൻ പറ്റും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യം അതല്ല. കോൺഗ്രസിന്റെ മാത്രമല്ല, മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾ പോലും ജയിക്കണമെങ്കിൽ അവിടെ അക്ഷീണമായിട്ട്, മലബാർ പ്രദേശത്ത് മുഴുവൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം, പാലക്കാട് നിങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിൽ ലീഗിന്റെ പ്രവർത്തകർ അക്ഷീണം ഈ തെരഞ്ഞെടുപ്പിൽ, പഴയതൊന്നല്ല ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ അവരായിരുന്നു അരയും തലയും മുറുക്കി രംഗത്തുണ്ടായിരുന്നത്. കോൺഗ്രസ്സുകാരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന പോലെ ഉദാസീനതയിലൊക്കെ ആണെങ്കിൽ ജയിച്ചേ തീരൂ, ജയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്ന രീതിയിൽ ലീഗുകാരുണ്ടായിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഈ തരത്തിൽ അടി നടക്കുമ്പോൾ ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും തീർച്ചയായിട്ടും നിരാശയുണ്ടായേക്കാം. അപ്പൊ അവർ പറയും, നിങ്ങൾ അടി ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും, ഞങ്ങൾ മുഖ്യമന്ത്രിയാവുമെന്ന് ആവശ്യപ്പെട്ടു ആഗ്രഹിക്കും. ആ ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇവിടെയുള്ളത്. ഇത്
ലീഗ് പ്രവർത്തകരുടെ കൂടി ഒരു ആഗ്രഹമാണ്. ലീഗിന്റെ തീർച്ചയായും പ്രവർത്തകർക്ക് കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു നേതാവ്, ഇപ്പൊ ഇവിടെയുള്ള മറ്റു 3 നേതാക്കന്മാരെ, കോൺഗ്രസിലെ നേതാക്കന്മാരെക്കാളൊക്കെ വളരെ സീനിയറാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനമൊക്കെയാണ്. ശ്രീകുമാർ പോലും പറഞ്ഞേ, മുഖ്യമന്ത്രിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും ശ്രീകുമാർ പോലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും കോൺഗ്രസിൽ ഈ തർക്കം മുറുകുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ പോലും ഒരു പക്ഷേ അത് പ്രിഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ സജീവൻ, ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ചർച്ച AK ബാലൻ തുടങ്ങി വെച്ചതാണ്. UDF വന്നാൽ ആഭ്യന്തര മന്ത്രിസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുപോകും, മാറാട് ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയാണ് വലിയ രീതിയിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെയും അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ, അധികാര കേന്ദ്രങ്ങളിലേക്ക് ആരൊക്കെ വരും എന്ന് പേര് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുൻപും നിർണായക ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പരസ്യമായി ലീഗിനെ സംബന്ധിച്ച് ഒരു അവകാശവാദം ഉന്നയിക്കുക സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മാത്രവുമല്ല, മുന്നണി 10 വർഷം ഭരണമില്ലാതെ പുറത്തിരുന്നതാണ്. മുന്നണി അധികാരത്തിലെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് ലീഗ് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും പോലെ ഭരണം പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് അറിയുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. ആ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ് ലീഗ് എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ളത്, ഇപ്പോഴും അത് പാലിക്കുകയാണ്. അതിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ക്ലെയിം ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിൽ അത് സൂചിപ്പിക്കപ്പെടുകയാണോ ഈ പരാമർശങ്ങളിലൂടെ? കഴിഞ്ഞ ദിവസം ഉമർ ലുലുവിൻ്റെ പോലും ഒരു പരാമർശം കണ്ടു. അത് തമാശയായിട്ട് എടുക്കണ്ട, പക്ഷേ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ്. തർക്കം മുറുകുകയാണ് എങ്കിൽ അതിനുള്ള സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രേണുക, ലീഗ് ഏതായാലും എനിക്ക് ഉറപ്പുണ്ട്, ലീഗ് ഏത് സാഹചര്യത്തിലായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു ക്ലെയിമുമായിട്ട് ആ പാർട്ടി വരില്ല. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന പാർട്ടി, മത്സരിച്ച സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരുടെ തട്ടകങ്ങളിലൊക്കെ ഇൻടാക്റ്റ് ആയിട്ട് അവർക്ക് അവരുടെ തട്ടകങ്ങളോ കോട്ടകളോ ഒക്കെ ഏറെക്കുറെ കാത്തു സൂക്ഷിക്കാനായി. മറിച്ച് 90 സീറ്റിലധികം മത്സരിച്ച UDFന് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി, ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് കിട്ടി എന്നൊക്കെ നോക്കുമ്പോഴാണ് ഈ ലീഗിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, ലീഗിന്റെ UDFൽ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാക്കുക. അവരുടേത് ഒരു അഷ്വേർഡ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്, ഒരു ഗ്യാരണ്ടീഡ് കോൺട്രിബ്യൂഷനാണ്. എന്നിട്ട് പോലും ഇത്രയും വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടും മുന്നണിയെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കാനോ മുന്നണിയിൽ ഈ സീറ്റ് വിഭജന ചർച്ചയിൽ കീറാമുട്ടിയാക്കാനോ ഒന്നും ലീഗ് ശ്രമിച്ചില്ല. ലീഗ് ഞങ്ങൾ മത്സരിച്ച 27 സീറ്റുകളിൽ മാത്രമേ ഞങ്ങൾ ഇക്കുറിയും അവകാശവാദം ഉന്നയിക്കുന്നുള്ളൂ, അത്രയും സീറ്റുകൾ മാത്രം മതി, ഞങ്ങൾ ഒരു സീറ്റ് പോലും ഇപ്പോൾ ആ സ്ട്രൈക്ക് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സാധ്യതയുള്ള 2-3 സീറ്റുകൾ കൂടി ലീഗ് ചോദിച്ചാൽ ലീഗിന് ഒരുപക്ഷെ അത് കിട്ടും. പക്ഷെ ലീഗ് അത് ആവശ്യപ്പെടുന്നില്ല. മുന്നണിയെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. ലീഗ് വളരെ മാന്യമായ രീതിയിലാണ് ഈ മുന്നണിക്കകത്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നത്. ആ പാർട്ടിക്ക് ഒന്നിലേറെ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതായത് മുന്നണിയെ നയിക്കാൻ, സർക്കാരിനെ നയിക്കാൻ പ്രാപ്തരായ നേതാക്കൾ ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ കോൺഗ്രസിനകത്ത് നേതാക്കളുടെ ബാഹുല്യമാണ്. ഈ പേര് കേൾക്കുന്ന 3 പേർക്ക് പുറമെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ആളുകൾ വേറെയുണ്ട്. പക്ഷെ ലീഗ് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് ഇന്നിപ്പോ സുന്നി മഹൽ ഫെഡറേഷന്റെ ആ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് അത് ഒരു സ്വാഗത പ്രസംഗമോ അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗമോ ഒക്കെ ആകുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്, ഈ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പ്രത്യേകിച്ച് സംഘാടക സമിതി അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന ഓർഗനൈസേഷൻ സംഘടന ഏതാണോ അവര് അതിൽ പങ്കെടുക്കുന്ന VIPയെ VVIPയെ സാമാന്യം നല്ല രീതിയിൽ പുകഴ്ത്തുകയും അദ്ദേഹത്തിന് സുഖം തോന്നുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ ഒരു സംഭവിക്കുന്ന കാര്യമാണ്.
അത് അത്രമേൽ സീരിയസ് ആയിട്ട് ഉടനെ ലീഗിന്റെ അകത്തെ മോഹമാണ്, ലീഗിന്റെ എന്താ പറയാ, ലീഗിന് അങ്ങനെ ഒരു ചെറിയ ലക്ഷ്യമുണ്ട് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരു അമിത വായനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലീഗിന്റെ ഉള്ളിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്നാണ് ലീഗ് പറഞ്ഞത്. വേണമെങ്കിൽ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ എന്താ കുഴപ്പം? അതായത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് പുറത്തു വരുന്ന കണക്കുകളെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ലീഗ് 20 സീറ്റിന്റെ അധികം, 27 സീറ്റിൽ മത്സരിച്ച് 20 സീറ്റിലധികം, അതൊരു പക്ഷേ 23, 24 വരെയൊക്കെ ആകാം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ക്ലെയിമാണ് ഒരു ഉപമുഖ്യമന്ത്രി പദം. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്നാണ് അവരുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ഈ പറയുന്ന PMA സലാം ആയാലും PK കുഞ്ഞാലിക്കുട്ടി ആയാലും അതിനൊക്കെ അപ്പുറത്ത് പാണക്കാട് തങ്ങൾ, അദ്ദേഹം ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് അല്ലെങ്കിൽ വളരെ നീതിപൂർവമായിട്ടുള്ള വളരെ മാന്യമായ അന്തസ്സാർന്ന ഒരു സമീപനത്തിന് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഏതെങ്കിലും രീതിയിൽ പാർട്ടിക്ക് വേണ്ടി അമിതാവേശം കാണിച്ച് അമിത അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഈ ജയത്തിന്റെ ആ ഒരു ഫീല് നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ മുന്നണിക്കകത്ത് കൂടുതൽ കോൺട്രവേഴ്സികളും മുന്നണിക്കകത്ത് കൂടുതൽ പ്രതിസന്ധികളും ഉണ്ടാക്കാനൊന്നും മുസ്ലിം ലീഗ് തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, മുസ്ലിം ലീഗില് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ C അച്യുതമേനോൻ, അതിപ്പോ CPIക്ക് എത്ര സീറ്റ് ഉണ്ടായിട്ടാണ് ഇന്ന് കോൺഗ്രസ് ആ സീറ്റ് കൊടുത്തത്? കാരണം ചില പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് CPI പോലുള്ള ഇടത് കക്ഷിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ കൊണ്ടുവരണമെങ്കിൽ അവരെ പ്രലോഭിപ്പിക്കുന്ന, അവർക്ക് വളരെ വലിയ ഒരു സാധ്യത തോന്നുന്ന ഒരു സംഗതി സാധിച്ചു കൊടുത്തുകൊണ്ടാണ് CH മേനോനെ, മാത്രമല്ല ഭരണപ്രവർത്തനായ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരാളാണ്. PK വാസുദേവൻ നായരെയും 1-2 കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോ ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല. പക്ഷെ രേണുക, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെ ഇപ്പോ ഈ 3 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആ നേതാക്കൾ പരസ്പരം, അല്ലെങ്കിൽ അവർ ചിലരൊന്നും സംസാരിക്കുന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി അവരണികളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം നിര നേതാക്കൾ, ചില ഒന്നാം നിര നേതാക്കൾ പോലും KPCC വിലക്കുണ്ടായിട്ടും AICC വിലക്കുണ്ടായിട്ടും ഒക്കെ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാദൃച്ഛികമൊന്നുമല്ല. ഇത് ഈ 3 നേതാക്കൾക്കും അനുസരണമില്ലാതെ സംഭവിക്കുന്നതുമാണെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, വളരെ പൂ പോലെ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കുന്നു ശ്രീകുമാർ പറയുന്ന കാര്യവും ഇതെല്ലാം നമുക്ക് അതിൻ്റെതായ ഒരു പ്രൊഫഷൻ ഇട്ടുകൊണ്ടേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും, അല്ലെങ്കിൽ നേരത്തെ സജീവൻ ചോദിച്ച ന്യായമായ ചോദ്യമുണ്ട്, ചെന്നിത്തല എന്തിനാണ് ഡൽഹിയിലെ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്? ഇപ്പൊ എന്തിനാണ് അദ്ദേഹം ഈ ഡിജിറ്റൽ കേരള യാത്രയെ കുറിച്ച് പറയുന്നത്? അപ്പൊ ഒരു ഉദ്ദേശമില്ലാതെ ഞാൻ ഒരു ദിവസം പൊട്ടിവിടർന്ന ആളല്ല എന്ന് പറയുന്നത്, ഞാൻ സൈക്കിളിൽ കയറി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്, ഇത് വളരെ നിരുപദ്രവമായോ നിഷ്കളങ്കമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട്, എനിക്കിതിനകത്തൊരു ക്ലെയിം ഉണ്ട്. ആ ക്ലെയിം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് ചിലത് ചെയ്തേ തീരൂ. അത് മറ്റാരും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം ചെയ്ത് ലോകത്തെ ബോധ്യപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കാര്യത്തിൽ വളരെ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറുമാണ്. തീർച്ചയായും അദ്ദേഹം ഡൽഹിയിലേക്ക് ഉള്ള യാത്രയിലുമാണ്. ഖർഗെ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും എന്നതാണ് അറിയുന്നത്. കാരണങ്ങൾ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ പേരാണ് എങ്കിൽ പോലും മുഖ്യ ലക്ഷ്യം ഇതാണ് എന്നതാണ് പറയുന്നത്. നേതാക്കന്മാർ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഫ്ലെക്സ് സംസാരിക്കുന്നുണ്ട്, ഗാനങ്ങൾ ആലപിക്കപ്പെടുന്നുണ്ട്, ആ രീതിയിലെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി സൈബർ പോരാളികൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയുമാണ്. ശ്രീ രാഹുൽ ഈശ്വർ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ലീഗിന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ക്ലെയിം അല്ലെങ്കിൽ യോഗ്യത സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവിൻ്റെ ഇതിനുള്ള ക്ലെയിമിനെ സംബന്ധിച്ച് ആർക്കും, ശ്രീകുമാർ ഉൾപ്പെടെ നമ്മുടെ പാനലിസ്റ്റുകൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് നേതാക്കന്മാരോട് ചോദിച്ചാലും അങ്ങനെ തന്നെയുള്ള മറുപടികളായിരിക്കും ലഭിക്കുക. പക്ഷേ ലീഗ് ഇക്കാര്യം പുറത്തു പറയില്ല. മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള തങ്ങളുടെ അവകാശം പോലും ലീഗ് ഉന്നയിക്കില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ലീഗ് കൊടികൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഉയർന്നപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ പ്രചരിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. ഭയപ്പാട് കൊണ്ടായിരിക്കുമോ ലീഗ് തങ്ങളുടെ ക്ലെയിം മുന്നോട്ട് വെക്കാത്തത്? ലീഗ് വളരെ മര്യാദയുള്ള പാർട്ടിയാണ്, മാന്യതയുള്ള പാർട്ടി. പാലക്കാട് സംഘന്മാരെ നയിക്കുന്നുണ്ട്. അവരുടെ ആത്മീയ കേസ്, സാമുദായിക കേസ് എന്നും ഒരു മികച്ചത്തിന്റെ പാതയിൽ പോകുന്നത് കൊണ്ടാണ് അവരങ്ങനെ. തീർച്ചയായിട്ടും ഏറ്റവും സീനിയർ നിലയിൽ ഏറ്റവും സീനിയർ രാഹുൽ, ഓഡിയോ ക്ലിയർ അല്ല. രാഹുൽ വിദേശത്താണെന്ന് എനിക്കറിയാം.
പക്ഷേ കേൾക്കാമോ കേൾക്കാമോ രാഹുൽ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമാവുന്നില്ല. കേൾക്കാമോ ഇപ്പൊ കേൾക്കാമോ ഇപ്പൊ കേൾക്കാമോ ഇപ്പൊ കേൾക്കാമോ കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. മറ്റോ ആംബിയൻസ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും റൈറ്റ്സ് ഉണ്ട്. സാറിന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി ആകാൻ തന്നെ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ലീഗാക്കളിൽ രാഹുൽ എന്തോ ഓഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. രാഹുൽ കേൾക്കാൻ പറ്റുന്നില്ല. വീഡിയോ ഉണ്ട്, പക്ഷേ ഓഡിയോ വ്യക്തമല്ല. തണുത്ത് വിറച്ചിരിക്കുന്നതാണോ, അതുകൊണ്ടാണോ? ശരി, വിദേശ രാജ്യത്താണ് രാഹുൽ ഉള്ളത്. ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും ചർച്ചയിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം അദ്ദേഹം തന്നെ പറഞ്ഞതും ഞാൻ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ. ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഞാൻ രാഹുലിനോട് ചോദിച്ച കാര്യം, ലീഗിനെ സംബന്ധിച്ച് തങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാം എന്ന സാഹചര്യമൊക്കെ അവർക്കും ബോധ്യമുണ്ട്. പക്ഷെ അവരത് പരസ്യമായി പറയില്ല. അത് മുന്നണി മര്യാദ കൂടി പാലിച്ചുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് UDF-നെ സംബന്ധിച്ചുള്ളത്. വി.ഡി. സതീശൻ 100 കടക്കും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വനവാസം എന്ന ഒരു കാര്യം പോലും അദ്ദേഹം സൂചിപ്പിച്ചത് ആ അമിത ആത്മവിശ്വാസത്തിൽ നിന്നാണല്ലോ. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്ന് വന്നാൽ 2011-ലേതുപോലെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് എങ്കിൽ അവിടെ ലീഗിൻ്റെ നമ്പേഴ്സ് വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ, നേതാക്കന്മാർ തമ്മിൽ ഇതുപോലെ പോര് തുടരുകയാണ് എങ്കിൽ ഒരു അസാധാരണ സാഹചര്യമാകുമോ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? നോക്കൂ ശ്രീമതി രേണുക, നമ്മൾ ഈ സാങ്കല്പിക ചോദ്യങ്ങൾക്കും അതിനുമുണ്ടൊരു ചെറിയൊരു മര്യാദ അതിനുമുണ്ട്. അപ്പോൾ നമ്മൾ സങ്കല്പത്തിൽ നമ്മളിപ്പോൾ ലീഗാണ് കോൺഗ്രസിനേക്കാൾ മുന്നിൽ എന്നാണ് രേണുക ഉദ്ദേശിക്കുന്നത്, പച്ച മലയാളത്തിൽ പറഞ്ഞ. അപ്പൊ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ലീഗിന് കിട്ടുകയും കോൺഗ്രസ് ചുരുങ്ങി നിർണായകമാകുകയാണ് എങ്കിൽ എന്നാണ് സൂചിപ്പിച്ചത്. അല്ല, നിർണായകമാകുന്ന അങ്ങനെ ആവണമല്ലോ. കാരണം കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ളൂ. അല്ല, അതെ ഞാൻ പറഞ്ഞ 27, 26 ജയിക്കുകയും കോൺഗ്രസ് ഏതാണ്ട് 21 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്താലോ എന്നൊരു ചോദ്യം ആയിരിക്കുമല്ലോ മനസ്സിലുണ്ടാവുക. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഭരണം കിട്ടില്ല. അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. പിന്നെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യം മാത്രമല്ലേ വരുന്നുള്ളൂ. നമുക്ക് ശ്രീമതി രേണുക, ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ UDF-നെ കുറിച്ച് അതാണല്ലോ ശ്രീ എൻ ശ്രീകുമാർ സൂചിപ്പിച്ചത്. ലീഗിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് നേടുന്നു എങ്കിൽ പോലും ലീഗ് വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കഷ്ടിച്ച് ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിലും കോൺഗ്രസ് അല്ലേ കൂടുതൽ സീറ്റ് നേടുക, സംശയമില്ലാത്ത കാര്യമല്ല. അങ്ങനെ ആണെങ്കിൽ പോലും, കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, UDF-ന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്, പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ആണ്, UDF-നെ എക്കാലവും നയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ്. UDF-നെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് മാത്രവുമല്ല, കഴിഞ്ഞ ഈ 10 വർഷക്കാലം കോൺഗ്രസിനോടൊപ്പം നമ്മൾ ഈ നാട്ടുഭാഷ പറഞ്ഞ കട്ട സപ്പോർട്ടായിട്ട് നിന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഏത് പ്രതിസന്ധി വന്നപ്പോഴും കോൺഗ്രസിന്റെ ഒപ്പം നിന്നു. പിന്നീട് ആ പ്രതിപക്ഷത്തിരുന്നുള്ള ആ ഭരണപക്ഷത്തിന്റെ ദ്രോഹം മുഴുവൻ കേട്ടു, ആരോപണം മുഴുവൻ കേട്ടു. അതിനുശേഷം കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ CPM-നോ CPI-ക്കോ ഒരു സീറ്റ് പോലും കൊടുക്കാതെ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷരഹിത ജില്ലാ പഞ്ചായത്തായിട്ട് പിടിച്ചെടുത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ പരിപൂർണ പിന്തുണ കോൺഗ്രസിനാണ്. ആ മുസ്ലിം ലീഗിന്റെ ആഗ്രഹവും അവർ പറഞ്ഞിട്ടുള്ളതും UDF-നെ നയിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ്. അതോടുകൂടി പിന്നെ വേറെ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ കുറിച്ച് നേരത്തെ ലീഗിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഉന്നയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ചില ലീഗ് നേതാക്കളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള അത് ലഭിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ന് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുമ്പോൾ പോലും ഞാനതിൽ തെറ്റ് കാണുന്നില്ല. ശ്രീ സജീവൻ ഇവിടെ ഇടയ്ക്ക് എന്നെ ഇട്ടൊരു കുത്തുകുത്തി, ശ്രീകുമാർ പോലും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആണെന്ന് ആഗ്രഹിക്കുന്നല്ലോ പറഞ്ഞു. കാരണം എന്താ അറിയോ, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവാൻ പരമയോഗ്യനാണ്. പക്ഷെ നേതൃത്വം കോൺഗ്രസിനാണ് കേരളത്തില്.
അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ ഈ അഹമ്മദ് മറ്റേ കേന്ദ്രത്തിലെ മന്ത്രിയായില്ലേ, കോൺഗ്രസിന്റെ കെയർ ഓഫിൽ അദ്ദേഹം കേന്ദ്ര മന്ത്രിയായില്ലേ. ഇപ്പൊ സംസ്ഥാനത്ത് തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞില്ല, 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും 1 മുഖ്യമന്ത്രി സ്ഥാനവും. അതിൽ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, CH മുഹമ്മദ് കോയ, എന്റെ അറിവ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പിന്നീട് അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആകാൻ ഇരുന്നത്. അപ്പൊ അതൊക്കെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ലീഗ് എത്ര സൗമ്യമായ സമീപനത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ് ലീഗ് എന്നറിയാമോ? അതിപ്പോ വയനാട്ടില് നമ്മളുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചപ്പോഴേ CPM-ന്റെ ഒരു അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ അഖിലേന്ത്യാ നേതാവായി പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന നേതാവ് എന്താ പറഞ്ഞത്? അവരുടെ ജയം എങ്ങനെയാണ് ഉണ്ടായതെന്നൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ടോണിലൊരു അഭിപ്രായം പറഞ്ഞില്ലേ വിജയരാഘവൻ? അത് ഓർമ്മയുണ്ടോ? അന്ന് ലീഗ് എന്താണ് മറുപടി പറഞ്ഞത്? ഇനി അത് മാത്രമല്ല, ലീഗിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യകാലങ്ങളിൽ ഇടപെട്ടത് രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇന്ദിരാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് ലീഗിനോടെടുത്ത സമീപനം നിങ്ങൾ നോക്കൂ. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ലീഗിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്ത നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചെങ്ങാതിമാരാണ് ലീഗ് എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ ലീഗിന്റെ തുടക്കക്കാരായ കേരളത്തിലെ നേതാക്കള് പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളൊക്കെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂട്ടുകൂടാൻ ലീഗിന് പറ്റില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ ലീഗ് പിളർന്നപ്പോൾ അഖിലേന്ത്യാ ലീഗ് ആയപ്പോൾ PM അബൂബക്കർ അപ്പുറത്ത് പോയിട്ട് മരാമത്ത് മന്ത്രിയായ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോഴാ. കാരണം ദേശീയതയോടെ ഇത്രയധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു ദേശീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ഇടതുപക്ഷ സ്വഭാവമുള്ള UDF ആണെന്ന്. ആ ഇടതുപക്ഷ സ്വഭാവമുള്ള UDF-നൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞാനിത് തമാശ പറഞ്ഞതല്ല ശ്രീമതി രേണുക. കാരണം ഇടതുമുന്നണിയിലെ CPIക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി 1980 മുതൽ RSPയും CPIയും LDF-ലൊപ്പം ഉള്ളതാണ്. അതിനുശേഷം RSP ഇപ്പൊ ഒരു കുറച്ച് 10-30 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. ഇപ്പോഴും CPI അവിടെ ഉണ്ട്. അവർക്കൊരു അവർക്ക് ഇതുപോലെ നമ്പേഴ്സ് ഇല്ലല്ലോ. നമ്പേഴ്സിന്റെ പ്രശ്നവും ഉണ്ടല്ലോ. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ രാഹുൽ ഓക്കെ ആണ് എന്ന് തോന്നുന്നു. മാത്രവുമല്ല, ലീഗിനോട് ഇടതുപക്ഷത്തിന് തൊട്ടുകൂടായ്മ ഉണ്ട് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതിലേക്ക് വരാം, ഞാൻ സജീവനിലേക്കൊക്കെ വരാം. അതിനു മുൻപ് രാഹുൽ പറഞ്ഞോളൂ. പെട്ടെന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, ലീഗ് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാറിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിന് എല്ലാ അർഹതയുമുണ്ട്. അതില്ലാന്ന് ആരും പറയില്ല. ഏറ്റവും സീനിയറാണ് UDF-ലെ. അതോടൊപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനോ ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവർക്ക് തീർച്ചയായിട്ടും അർഹതയുണ്ട്. അടുത്ത പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാറിന് എനിക്ക് വ്യക്തിപരമായ ഇഷ്ടമാണ്, ആദരവാണ്. അടുത്ത പറയുന്ന ഒരു തമാശയാണ്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആകില്ല. കാര്യം അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാലിക്കുട്ടി നായർ എന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതകൾ കുറവാണ്. കാര്യം കേരളത്തിന്റെ സാമുദായിക ബാലൻസിങ് വെച്ച് ഇപ്പോ ഒരു നായർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കുള്ള പോസിബിലിറ്റി മാത്രമാണ് നമുക്കിപ്പോ അറ്റ്ലീസ്റ്റ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ ഒരു ബാലൻസ് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാറിനും മുസ്ലിം ലീഗിനും അവരെന്തുകൊണ്ടാണ് ക്ലെയിം ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ മാന്യത, അവരുടെ മര്യാദ, അവരുടെ മിതത്വം, പാണക്കാട് തങ്ങന്മാരെ പോലെ അവര് നയിക്കുന്ന ഒരു ആത്മീയ ബേസ്, സ്വന്തം താല്പര്യങ്ങൾക്ക് മുകളിൽ പൊതുസമൂഹത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർക്ക് കഴിയുന്ന കാര്യം ഈ രീതിയിലാണ്. ഒന്ന് ഓർക്കണം, കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യേണ്ടത്. അത് ആ പണി കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പോരായ്മ. മുസ്ലിം ലീഗ് അവരുടെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട്, കേരള കോൺഗ്രസ്സുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഒരു ബാലൻസിൽ ഭൂരിപക്ഷ സമൂഹത്തിന്റെയും അതോടൊപ്പം മതേതര സമൂഹത്തിന്റെയും വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ പോരായ്മ കോൺഗ്രസ് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ സ്പേസ് അവിടെ നശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ കാലം മുതൽ ആരാണ് കോൺഗ്രസ്? കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, അല്ലെങ്കിൽ ആയിരുന്നു ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. അതിന്റെ നഷ്ടം പലപ്പോഴും സംഭവിക്കുന്നതാണ്. പിന്നെ കൗതുകമുള്ളൊരു നിരീക്ഷണം കൂടെ നടത്താം. പലപ്പോഴും CPM-ന് ആര് മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിക്കുന്നത് CPM-കാരാണ്, അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളെ തീരുമാനിക്കുന്നത് CPM-കാരാണ്. BJP-യുടെ നേതാക്കളെ തീരുമാനിക്കുന്നത് BJP-യും RSS-ഉമാണ്. പക്ഷെ കോൺഗ്രസിൽ പലപ്പോഴും നേതാക്കളെ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജനങ്ങളും കൂടിയാണ്. മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ അങ്ങനെയാണ്. ത്രിപുരി സമ്മേളനത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. സാക്ഷാൽ മഹാത്മാഗാന്ധി താല്പര്യപ്പെട്ട പട്ടാഭി സീതാരാമയ്യ, അദ്ദേഹത്തെ തോൽപ്പിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വരികയുണ്ടായി. ഇപ്പം കോൺഗ്രസിലെ ഈ തമ്മിലടി എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരർത്ഥത്തിൽ ജനാധിപത്യ വൈബ്രൻസ് ആണ്, ഒരു ഡൈനാമിക് ഡെമോക്രസിയാണ്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ടേ കാണാവൂ. ഈ തമ്മിലടിയെന്നോ കസേരകളിയെന്നോ പറയുന്ന കാര്യം ജനാധിപത്യത്തിന്റെ വൈബ്രൻസ് ആണ്. ഇതാണ് സക്രിയമായ ജനാധിപത്യം.
നേരത്തെ ഇവിടെ പല പാനലിസ്റ്റുകൾ പറഞ്ഞതിൽ ഒരു കാര്യം വളരെ കറക്റ്റാ. ഇപ്പൊ CPM-ലെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ടോ മറ്റും പരാമർശിക്കുകയാണെങ്കിൽ നമ്മളെ അവരുടെ വർഗ്ഗശത്രുക്കളാക്കും. BJP-യുടെ ഏതെങ്കിലും നേതാക്കളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ അവർ നമ്മളെ രാജ്യദ്രോഹികളാക്കും. പക്ഷെ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ പറ്റുമെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ആളെ അയച്ച് നമ്മുടെ വിയോജിപ്പ് പരിഹരിക്കാൻ നോക്കും. അതാണ് ജനാധിപത്യത്തിന്റെ മാനദണ്ഡം. യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ കോൺഗ്രസ് പോസിറ്റീവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവരാണ് കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ നിന്ന് ശക്തമായി വരുന്നത്. വിശിഷ്യ പൊതുസമൂഹത്തിൽ ശ്രീ VD സതീശനും എന്നാൽ KC വേണുഗോപാലിനെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിലും ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ശക്തമായി അദ്ദേഹത്തെ തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. വേറെയും കഴിവുള്ളവരുണ്ട്, മുരളീധരൻജിയുണ്ട്, ശ്രീ ശശി തരൂറുണ്ട്. പക്ഷെ സാധ്യത കൂടുതൽ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാർക്കാണ്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാറ് തീർച്ചയായിട്ടും ഇവരെക്കാൾ എല്ലാം സീനിയറാണ്. ഒരു കാലത്ത് പലപ്പോഴും ആലങ്കാരികമായിട്ട് കുഞ്ഞുമാണി, കുഞ്ഞാലി അവരാണ് ഭരിക്കുന്നതെന്ന് സുകുമാരൻ നായർ സാർ ദ്വയാർത്ഥത്തിൽ പറയുകയുണ്ടായി. അതായത് രമേശ് ചെന്നിത്തലജിക്ക് താക്കോൽ സ്ഥാനം, ഒരു നായർ സമുദായ അംഗത്തിന് താക്കോൽ സ്ഥാനം കിട്ടണമെന്ന ആഗ്രഹം കൊണ്ട് അന്ന് അങ്ങനെ പറയുകയുണ്ടായി. SFI-ക്കാര് ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ്. പക്ഷെ സുകുമാരൻ നായർ സാറിനടക്കം പിന്നീട് ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഈ സാമുദായിക ബാലൻസിനെ കുറിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് അറിയണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിക്കുക. ഞാൻ ഫിൻലാൻഡിലായതുകൊണ്ടാണ് കണക്ടിവിറ്റിയുടെ ഇഷ്യൂ. അതായത് കേരളത്തിൽ നായർ മുഖ്യമന്ത്രിയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി സാറിനെ പോലൊരാൾക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. വിദ്യാഭ്യാസം അടക്കമുള്ള പല മേഖലകളിൽ അല്ലെങ്കിൽ സമ്പത്ത്, ഫിനാൻസ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിലെ ആൾക്കാർ കൊടുക്കണം. ഇനി കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത് സാമുദായികമായിട്ടല്ല പങ്കുവെക്കുന്നത് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ദൈവം രക്ഷിക്കട്ടെന്നേ പറയാനുള്ളൂ. കാരണം ഇതിനെല്ലാം സാമുദായികവും ഉള്ളിലെ താല്പര്യങ്ങളും വെച്ച് കൂടിയാണ് പങ്കുവെക്കുന്നത്. അത് മാത്രമല്ല യാർസിക് അതുകൊണ്ട് കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ആ അർത്ഥത്തിൽ ലീഗ് ഏറ്റവും മിതത്വവും മര്യാദയുമാണ് കാണിക്കുന്നത്. ലീഗ് കാരണം ഒരു ഹിന്ദു, വിശിഷ്ട സവർണ ഹിന്ദു നായർ പോളറൈസേഷൻ ഉണ്ടാകരുത് എന്ന തിരിച്ചറിവിൽ ശ്രീ മുനവറലി തങ്ങളാകട്ടെ ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാകട്ടെ ഏറ്റവും സോഫ്റ്റ് പിച്ചിങ് ആണ് ചെയ്യുന്നത്. അതിന് ലീഗിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും എന്താ പറയാ മതിയാവില്ല. അതാണ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി നായർ എന്നാണ് പേരുന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആകുമായിരുന്നു. പക്ഷെ ഇപ്പോ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം, വിശിഷ്യ നായർ ഹിന്ദു വോട്ടുകൾ വരണമെന്നുള്ളത് കൊണ്ടാണ് ലീഗിന് ഈ സ്ഥാനം അല്ലെങ്കിൽ ആ വോട്ടുകൾ പോകുമെന്ന ഭീതി UDF-നുള്ളിൽ പലരും ജനിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മിതവും മയവും നയവുമായിട്ട് ലീഗ് പെരുമാറുന്നത്. അത് ലീഗിന്റെ നന്മയാണ്. അത് അവരുടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ ആ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ അഭിനന്ദിക്കേണ്ടതാ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ A. സജീവൻ, അങ്ങനെ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം ലീഗിന് മേൽ ഉണ്ടോ? 10 വർഷം ഭരണത്തിലില്ലാതിരുന്ന ഒരു സാഹചര്യവും കൂടി അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനപ്പുറമാണ് രാഹുൽ സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യങ്ങൾ. ഒരു വലിയ സ്വീപ്പ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ലാർജ് മെജോറിറ്റി നേടിക്കൊണ്ടാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറം ഏതെങ്കിലും സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണേണ്ടതുണ്ടോ? BJP-യുടെയും NDA-യുടെയും ഒക്കെ ഒരു അവകാശവാദം തൂക്കുസഭ വരാൻ പോകുന്നു എന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരികയോ അല്ലെങ്കിൽ വലിയൊരു മെജോറിറ്റി UDF-നെ സംബന്ധിച്ച് കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ സാധ്യതകൾ മാറിമറിയുമോ? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മളിപ്പോൾ കണക്കാക്കേണ്ടത് UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി അത് വളരെ കൂടുതലൊന്നല്ലെങ്കിൽ പോലും നേരിയ രൂപത്തിലെങ്കിലും ഉണ്ടാകുമെന്നാണല്ലോ വിചാരിക്കുന്നത്. ഈ BJP വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവർക്ക് 1-2 സീറ്റ് കിട്ടിയാൽ അത് മഹാഭാഗ്യം എന്നതിനപ്പുറത്തേക്കൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് നേരത്തെ ശ്രീകുമാർ പറഞ്ഞ ശരിയാണ്. ഈ മുന്നണിയെ കുറെ കാലമായിട്ട് മുന്നണി രൂപീകരണത്തിന്റെ ആ ഘട്ടം മുതൽ തന്നെ പേരിനെ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ ഈ മുന്നണിയുടെ നട്ടെല്ല് ഏതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ ബലത്തിലാണ് പലപ്പോഴും UDF അധികാരത്തിൽ വരുന്നത്. കോൺഗ്രസ്സുകാരും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ അപൂർവമായിട്ട് ഇത്തവണയൊക്കെ കുറെ കൂടി ആവേശത്തോട് കൂടിയിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാം വടകര LDF-ന്റെ കുത്തക മണ്ഡലമായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ ആ ഇടക്കാലത്ത് കോൺഗ്രസ്സുകാരനായിട്ടൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് LDF-ന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തുടർച്ചയായിട്ടുണ്ടായിരുന്നത്. അവിടെ TP ചന്ദ്രശേഖർ വധത്തിന് ശേഷം മത്സരിച്ചാലും കിട്ടുമെന്ന് കോൺഗ്രസ്സുകാർ വിചാരിച്ചിരുന്നില്ല. ആ സമയത്ത് അവിടെ കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് ശടിച്ചയാളാണ് PK കുഞ്ഞാലിക്കുട്ടി. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ മുല്ലപ്പള്ളിക്ക് ഉൾപ്പെടെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ജയിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് അന്ന് TP ചന്ദ്രശേഖരനും കുഞ്ഞാലിക്കുട്ടിയും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് ചന്ദ്രശേഖരൻ അവിടെ RMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും
ബാക്കി UDF പരമാവധി വോട്ടുകൾ ലീഗാണ് അവിടുത്തെ പ്രവർത്തനം മുഴുവൻ ലീഗിനായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് ലീഗാണ് സത്യത്തിൽ UDF ബാക്ക് ബോൺ. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാവാൻ, ഞാൻ നേരത്തെ ശ്രീകുമാരനെ കളിയാക്കി പറഞ്ഞു, മുഖ്യമന്ത്രിയാവാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പേരുകൾ 3 കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരൊക്കെ എടുത്തു വെച്ചാൽ പോലും അതിനേക്കാൾ സീനിയറാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന്റെ നേരത്തെ ഒരു ആരോപണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ ഭരണരംഗത്ത് അദ്ദേഹം വളരെ മിതത്വമായിട്ട് ആളുകൾ സംസാരിക്കുന്ന ഈ LDF പോലും കടന്നാക്രമിക്കാത്ത രൂപത്തിൽ, വ്യക്തിഹത്യ നടത്താത്ത രൂപത്തിലുള്ളൊരു നേതാവ്. ഇപ്പൊ PK സലാമൊക്കെ എപ്പോഴും വളരെ കുറച്ചുകൂടി കടന്ന രൂപത്തിലൊക്കെ സംസാരിക്കും. അതേപോലെയല്ല, വളരെ കൃത്യമായിട്ട് അത് പഴയ ശിഹാബ് തങ്ങളുടെ ഒരു ലീജിയൻസ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വന്നുകൊണ്ടായിരിക്കും മിതമായിട്ട് മാത്രമാണ് വിമർശിക്കുക പോലും ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം വരുന്നത്, അങ്ങനെ സംഭവിച്ചാൽ അവിടെ ഈ എതിരാളികൾ, അതായത് സംഘപരിവാർ ഇവിടെ പരമാവധി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് ലീഗിനറിയാം. അതുകൊണ്ടാണ് ഇടക്കാലത്ത് നേരത്തെ പരാമർശിച്ചില്ല, അവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ലീഗിന്റെ കൊടി വന്നപ്പോൾ പാകിസ്ഥാന്റെ കൊടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ ഉപയോഗിച്ചത് എന്നാൽ ആരോപണം ഉത്തരേന്ത്യയിൽ വന്നുകൊണ്ടാണ് അമേഠിയിലൊക്കെ വൻ തോൽവി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇവിടെ പതാക വേണ്ട എന്ന ഒരു നിലപാട് എടുത്തിട്ട് കോൺഗ്രസ്സുകാരല്ല, അത് ലീഗ് ഗവർണർ നമ്മങ്ങനെ പതാക വെച്ചുകൊണ്ട് ആരോപണത്തിന്റെ പിന്നാലെ പോകേണ്ട, പാകിസ്ഥാനാണെന്ന് പറയേണ്ട എന്നൊരവസ്ഥയിൽ അവർ പറയുന്ന ഇവിടെ സാമുദായികമായ സംഘർഷം ഉണ്ടായിട്ട്, സാമുദായികമായിട്ടുള്ള വലിയ ഈ മത്സരം ഉണ്ടായിട്ട് അതിലൂടെ സംഘപരിവാർ നേട്ടമുണ്ടാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, ശ്രീകുമാറിന് താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നല്ല മുഖ്യമന്ത്രിയായിരിക്കും കുഞ്ഞാലിക്കുട്ടി, ഒരു സംശയവുമില്ല. ഒരു പക്ഷേ CH നല്ല മുഖ്യമന്ത്രിയായിരിക്കും കുഞ്ഞാലിക്കുട്ടി. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായി പോയാൽ അതിന്റെ അടുത്ത നേട്ടം, ഭാവിയിൽ അതിന് നേട്ടം കൊയ്യാൻ പോകുന്നത് BJP ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ലീഗുകാർക്ക് ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അതറിയാം. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്. അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന ആഗ്രഹമൊന്നുമില്ല, കിട്ടിയാൽ നല്ലതാണ്, അവർക്ക് അർഹതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്കറിയാം. അതേപോലെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അതൊക്കെ അവർക്ക് കിട്ടാം. പക്ഷെ അത് 5ാം മന്ത്രി സ്ഥാനത്തിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ എത്രമാത്രം അവർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് ഇപ്പോഴും ആവർത്തിച്ചിട്ട് ഒരു വലിയ തിരിച്ചടി മുന്നണിക്ക് ഉണ്ടാക്കേണ്ടതില്ല, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് ഉണ്ടാക്കേണ്ടതില്ല എന്നുകൊണ്ടാണ് ലീഗ് പിന്മാറി നിൽക്കുന്നത്. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ ഒന്നും ശക്തിയില്ലാത്തതുകൊണ്ടോ അല്ല. അപ്പൊ സത്യത്തിൽ കോൺഗ്രസ് ആണെന്ന് കണ്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയിച്ചു, കോൺഗ്രസിൽ കോൺഗ്രസ് ഇത്രയും കാലത്ത് ഭരിക്കുകയോ പ്രതിപക്ഷത്തിരിക്കുകയോ ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഏത് മുസ്ലിം നേതാവിനെയാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്ക് ആദ്യം മുതലുള്ള നോക്കിയാൽ അറിയില്ല. ആർ ശങ്കറിന്റെ കാലം മുതൽ ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇപ്പോൾ ആർ ശങ്കറെങ്കിലും ഒരു ഈഴവ വിഭാഗത്തിൽ നിന്ന് വന്നു. അപ്പൊ ബാക്കിയുള്ളതൊന്നും ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് അങ്ങനെ ഒരു മുസ്ലിം നേതാവിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് ലീഗ് സത്യത്തിൽ ഇപ്പോൾ തങ്ങളുടെ പക്ഷത്തുള്ള ആളുകൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നുള്ള മനോഭാവം അവർക്കുണ്ട്. പക്ഷെ അത് ഉന്നയിച്ചാൽ ഉണ്ടാവുന്ന തിരിച്ചടിയാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കാൻ അവരെ മടുപ്പ് ഉണ്ടാക്കാൻ അവരെ പിന്നോട്ടേക്ക് നയിക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോ ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ BJP അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയും അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സൂചിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളാണ് അവർക്കൊരു ക്ലെയിം ഉന്നയിക്കുന്നതിന് ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. അതാണ് കോൺഗ്രസിൽ വലിയ രീതിയിൽ ഇപ്പോൾ എല്ലാ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ടുള്ള ഈ രീതിയിലുള്ള അവകാശവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും അത് പരസ്യ പ്രതികരണങ്ങളായി തന്നെ വരികയും ചെയ്തത്. 7 ദിവസം ഇനിയും ബാക്കിയുണ്ട്. എന്തൊക്കെ കാണണം? മാധ്യമങ്ങളെയാണ് എല്ലാവരും പഴി പറയുന്നതെങ്കിലും എന്തൊക്കെ കാണണം എന്ന ചോദ്യം ബാക്കിയാണ്. അപ്പോൾ ലീഗ് ഒരിക്കലും ഭീഷണി ഉയർത്തില്ല എന്ന ഒരു സാഹചര്യം കൂടി കോൺഗ്രസിലെ ഈ തർക്കത്തിന് വളമാവുകയാണോ? ലീഗ് അതിന്റെ എന്താണ് ലീഗിന്റെ മനസ്സിലുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെയും തങ്ങളുടെ വാക്കുകളിലൂടെയൊക്കെ ഏതാണ്ട് പുറത്തു വന്നു കഴിഞ്ഞാണ്. ജനവികാരം അനുസരിച്ച് വേണം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ചില വരികൾക്കിടയിലൂടെ വായിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം.
പക്ഷെ എങ്കിൽ പോലും ചിലത് രാഷ്ട്രീയ നിരീക്ഷകർക്ക്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊക്കെ അതിനകത്തൂടെ ചില കാര്യങ്ങൾ വായിച്ചെടുക്കാവുന്നതായിരുന്നു. ഇവിടുത്തെ പ്രശ്നം ലീഗ് വളരെ ഒരു കെയർഫുൾ, വളരെ കോഷ്യസ് ആയിട്ടാണ് അവർ ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞ 5ാം മന്ത്രി സ്ഥാനം ഉയർത്തിയ കൊടുക്കാനും നമുക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പോളറൈസേഷനിൽ ഇപ്പൊ തന്നെ ഹിന്ദു സമുദായത്തോടൊപ്പമോ ഏതാണ്ട് അതിനടുത്തോ ഒക്കെ ലീഗിനെ സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന സമുദായം തന്നെയാണ് ക്രൈസ്തവ സമുദായം. അതായത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ എപ്പോഴും വലിയ പങ്ക്, വലിയ കഷ്ണം, എപ്പോഴും ആ അവകാശങ്ങളിലെ ആനുകൂല്യങ്ങളിലെ വലിയ കഷ്ണം എപ്പോഴും ലീഗ് അടിച്ചു മാറ്റുന്നു എന്നൊരു ഒരു പരാതി ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട്. ആ എരുതിയിൽ അവരെ ആ ഇതിലേക്ക് എണ്ണയൊഴിക്കാനും അത് ആളിക്കത്തിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ക്രൈസ്തവ സമുദായത്തിനിടയിലേക്ക് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഹിന്ദു സമുദായത്തിനെതിരെ അല്ലല്ലോ ക്രിസംഖികൾ ഉണ്ടായിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? മുസ്ലിം സമുദായം, കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അനർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പിടിച്ചു പറ്റുന്നു. അത് അനുവദിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്? ലവ് ജിഹാദിന്റെ കാര്യങ്ങൾ കേട്ടു, നർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ആഭിമുഖ്യമുള്ള കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദു സമുദായം അതിന് അപ്പുറത്തേക്ക് ക്രൈസ്തവ സമുദായം പോലും, അതായത് UDFന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം. നേരത്തെ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞതുപോലെ ഹിന്ദു കൺസോളിഡേഷൻ അല്ല UDF എന്ന് പറയുന്നത്. പ്രൊഡോമിനന്റ്ലി ബൾക്കായിട്ട് ഹിന്ദു വോട്ടുകൾ നേടുന്ന ഒരു മുന്നണിയല്ല. അവരുടെ ശക്തി എന്ന് പറയുന്നത് 2 ന്യൂനപക്ഷ സമുദായങ്ങളാണ്. ആ ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൺസോളിഡേഷൻ അവർക്ക് അനുകൂലമായി സംഭവിക്കുമ്പോഴാണ് അവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ഈ 2 സമുദായങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പരമ്പരാഗതമായിട്ട് UDFന് കിട്ടിയിരുന്ന വോട്ടുകൾ പോലും അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത്രയും കനത്ത പരാജയം നേരിടേണ്ടത്. അപ്പൊ ലീഗ് വളരെ കെയർഫുൾ ആണ്. അതായത് തങ്ങളെടുക്കുന്ന അഗ്രസീവ് നിലപാടുകൾ കൊണ്ട് ഇവിടുത്തെ ഒരു ന്യൂനപക്ഷ സമുദായം വ്രണതരാകരുതെന്നും അവർക്ക് ലീഗ് വിരുദ്ധ മനോഭാവം പല രീതിയിൽ അവരിൽ ഉൽപ്പാദിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുകയും BJPയും RSSും ആ ശ്രമത്തിൽ, ആ ദിശയിൽ നിരന്തരമായി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പദം, ഉപമുഖ്യമന്ത്രി പദം, 5ാം മന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വർഗീയ റിഫ്റ്റിലേക്ക് കേരളത്തിന്റെ നിലവിലുള്ള ഒരു സോഷ്യൽ ഫാബ്രിക്, ഒരു കമ്മ്യൂണൽ ഫാബ്രിക്കിനെ അട്ടിമറിക്കുന്ന, വല്ലാതെ അതിന്റെ താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തങ്ങൾ കാരണക്കാരാവരുത് എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒക്കെ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മാന്യമായി, വളരെ അന്തസ്സായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്. അവകാശങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, സീനിയോറിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവര് കേരളത്തെ കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കേരളം എങ്ങനെയാണ് ചിന്തിക്കാൻ പോകുന്നത് എന്നവർക്കറിയാം. അതുകൊണ്ട് ലീഗായിട്ടൊരു പ്രകോപനം ഉണ്ടാക്കില്ല. ലീഗ് ഒരു എരുതിയിലും എണ്ണ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് ഉൾക്കൊള്ളുന്നു എന്നതാണ്. ശ്രീ രാഹുൽ പറയാനുള്ളത് പറഞ്ഞോളൂ. ഒറ്റ കാര്യം, ശ്രീകുമാർ സാറിലേക്ക് ഇനി പോവെങ്കിലേ, അദ്ദേഹം എനിക്ക് വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസിനോട് ഇഷ്ടമുള്ള ആളാണെന്നുള്ളതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ ബഹുമാനിക്കുന്ന ആളാണ്. വിമർശനത്തോടെ പറയുകയാണ്. അദ്ദേഹത്തിന് മറുപടി പറയാനാണ്. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്താ? ആ ഉത്തരവാദിത്വം കോൺഗ്രസ് മറന്നുപോയി എന്നുള്ളതാണ്. സുഗതകുമാരി ടീച്ചറിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ വന്ദേ മാതരം കോൺഗ്രസ്സുകാർ പാടാൻ മറന്നുപോയി എന്ന് സുഗതകുമാരി ടീച്ചർ അവസാന കാലത്ത് പറയും. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ, ഹിന്ദുത്വ വോട്ടുകളല്ല, തീവ്ര വലതുപക്ഷ വോട്ടുകളല്ല, പക്ഷേ ഈ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാൻ കോൺഗ്രസിനാകുന്നില്ല എന്ന് കോൺഗ്രസ് സത്യസന്ധമായി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക? അതായത് മുസ്ലിം ലീഗ് കൃത്യമായിട്ട് മുസ്ലിം വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗിനെ വിശ്വാസമുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാൻ. അവരുടെ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർക്ക് കുഞ്ഞാലിക്കുട്ടി സാറിനോട് യോജിപ്പാണ്. പക്ഷേ കോൺഗ്രസിന് അടിസ്ഥാനം ഏതായാലും ബഹുഭൂരിപക്ഷം ബാക്കിയുള്ള ഹിന്ദു സമൂഹത്തിലെ നായർ സമുദായത്തിന്റെ വോട്ടുകൾ അത് കൺസോൾഡേറ്റ് ആവുന്നില്ല. 42% BJPക്കാണ് നായർ സമൂഹം വോട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗാന്ധിയൻ മതസൗഹാർദ്ദത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വന്നില്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കില്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ നേരത്തെ അദ്ദേഹം തന്നെ പറയുണ്ടായി, നമ്മുടെ നമ്മുടെ ഈ ഫ്ലാഗിന്റെ കാര്യം. അതായത് ഈ ഫ്ലാഗ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ ഫ്ലാഗ് വരികയുണ്ടായി. ഞാൻ ദേശീയ തലത്തിൽ തന്നെ ചർച്ചകളിൽ ഇരുന്ന് തിരുത്തി, അത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഫ്ലാഗാണ്, പാകിസ്ഥാനിന്റെ ഫ്ലാഗ് അല്ല എന്ന്. ഈ പണി കോൺഗ്രസ്സുകാരാണ് എടുക്കേണ്ടത്. അതായത് മുസ്ലിം ലീഗ് സ്വന്തമായി ഫ്ലാഗ് വേണ്ടെന്ന് വെക്കുമ്പോൾ കോൺഗ്രസ്സുകാരാണ് ആക്റ്റീവായി പറയേണ്ടത്. ഇല്ല, നിങ്ങൾ ജിന്നയുടെ പാകിസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞ് ഗാന്ധിയുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മുസ്ലിം ലീഗാണ്, ആ ഫ്ലാഗ് നമ്മുടെ അഭിമാനമാണ്. ഈ പണി കോൺഗ്രസ് ചെയ്യുന്നില്ല. ഇത് നോർത്ത് ഇന്ത്യയെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. താങ്കൾ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായി കാണാൻ.
അപ്പോൾ ഏറ്റവും കൂടുതൽ അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന വ്യക്തിയാണെന്ന് താങ്കൾ പറഞ്ഞതാണ്. കോൺഗ്രസിന് വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന നല്ല അവസരമാണ്. അല്ല നോക്കൂ ശ്രീമതി രേണുക, കോൺഗ്രസ് പ്രൂവ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആസേത് ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. ആ പാർട്ടിയാണ് ഏറ്റവും ഒന്നാമത്തെ മുഖ്യ കക്ഷി ഇന്ത്യയിലത്തെ തന്നെ. ഇപ്പൊ BJP ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും എല്ലായിടത്തും കൂടുതൽ വോട്ട് ശതമാനമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിലെ എല്ലാ കാലത്തും ഏത് രാഷ്ട്രീയ സാഹചര്യം വന്നാലും ശരി, സാമുദായിക സംഘടനകളുമായിട്ടും അത് ഏത് വിഭാഗങ്ങളുമായിട്ടും ഒക്കെ എല്ലാ പാർട്ടികളും അവരവരുടേതായ നീതി പുലർത്തുന്നുണ്ട്. ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യവും എന്നാൽ അതിനെ ചർച്ച ചെയ്യാത്തതുമായ ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പില് സാമുദായിക സംഘടനകൾക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ലല്ലോ ശ്രീമതി രേണുക. സാമുദായിക സംഘടനകളൊക്കെ സാക്ഷികളായിട്ടിരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇനി ഒരു UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പോലും ഒരു സാമുദായിക സംഘടനയ്ക്കും അതിലൊരു ക്ലെയിം ഉന്നയിക്കാൻ ഒരു അവകാശം ഇപ്പോൾ ഇല്ല. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. മറ്റേത് UDF അധികാരത്തിൽ വന്ന ഓരോരോ വെള്ളാപ്പള്ളിയൊക്കെ അവരുടെ റോള് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഇന്നും പറയുന്നുണ്ട് കസ്തൂരി മാമ്പഴം ആരോ കൊണ്ടുപോകുന്നൊക്കെയാണ് വെള്ളാപ്പള്ളി ഇന്നും പറഞ്ഞത്. എന്തായാലും സമയം അല്ല വെള്ളാപ്പള്ളി നരേശന്റെ ഒരു രാഷ്ട്രീയം നമുക്കറിയാലോ. അദ്ദേഹം ഒരു പക്ഷം ചേർന്നിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം UDF-നോടൊന്നും പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞാലിട്ട് UDF അങ്ങനെ കേട്ടിട്ടുമില്ല. മാത്രമല്ല UDF-ന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ ശ്രമിച്ചൊരു ആളുമാണ്. എന്നിട്ട് അവരെല്ലാവരും ജയിക്കുകയും ചെയ്തു. അതാണ് വെള്ളാപ്പള്ളിയും UDF ആയിട്ടുള്ള ബന്ധം. ഈ തവണ അദ്ദേഹം പറഞ്ഞു VD സച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ വിട്ടുകളെ. അതൊക്കെ അദ്ദേഹത്തിൻ്റെതായ ആ ഒരു പ്രായമുള്ള ഒരു ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നൊരു അഭിപ്രായം ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല. മാത്രമല്ല ജനാധിപത്യ പാർട്ടിയാണെന്ന് പുകഴ്ത്താറുമുണ്ട് കിട്ടുന്ന തരത്തിലൊക്കെ. എന്താണ് ഫലം എന്നത് എല്ലാത്തിന്റെയും ഒരു അടിസ്ഥാനമാകും. ഇനി 7 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ അതിനുള്ളൂ. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനോ എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. 55% പേർ അതെ എന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നത് 41% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 4% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും.